ഹലോ, വൈകുന്നേരം എല്ലാവരും എന്താണ് പരിപാടി? ഇന്ന് നമ്മളൊരു കുട്ടി വിളവെടുപ്പ് എടുക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് എനിക്ക് കൃഷി ചെയ്യാൻ ആകെ കൂടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ. അപ്പം ആ പരിമിതിക്കുള്ളിലാണ് ഞാൻ ഓരോന്നും നട്ടുപിടിപ്പിച്ച് അതിൽ നിന്ന് വിളവെടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, എനിക്ക് ചെടികളെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം, പൂച്ചെടികളെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം എനിക്ക് തക്കാളി, വഴുതന അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളോടാണ് കൂടുതലിഷ്ടം. അതുകൊണ്ട് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലും എല്ലാം ഞാൻ പച്ചക്കറികളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. പച്ചക്കറികളെന്ന് പറഞ്ഞാൽ തക്കാളി, വഴുതന അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഞാനങ്ങനെ പച്ചക്കറികളൊക്കെ നടുന്നത് എനിക്കറിയാവുന്ന രീതിയിലും പിന്നെ വീഡിയോസിലൊക്കെ കണ്ട് കേട്ടുമൊക്കെയാണ് ഞാൻ പച്ചക്കറികൾ നടുന്നത്. പിന്നെ ചെറിയൊരു വിളവെടുപ്പാണെങ്കിലും നമുക്ക് സന്തോഷമല്ലേ. പിന്നെ അതുമാത്രമല്ല കേട്ടോ, ചെറിയൊരു പച്ചമുളകിൽ പോലും എന്തോരം മായമാണ് കലരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ആ ഒരു ബോധം കൂടെ ഉള്ളത് കൊണ്ടായിരിക്കണം കൂടുതൽ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, ഈ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയാണ് കാണാനെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. പിന്നെ അതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നല്ലേ എന്നുള്ള ഒരു നമുക്ക് കിട്ടുമല്ലോ ഒരു ഫീല്. അതും കൂടി ഉണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്ത് നട്ടാലും അത് പിടിക്കും. കുറേ നഷ്ടങ്ങളൊക്കെ വരും എങ്കിലും നമ്മളിപ്പോൾ ഒരു 10 കൊല്ലം നട്ടെന്ന് വിചാരിക്കാം, അതിൽ 5 എണ്ണമെങ്കിലും എന്തായാലും പിടിക്കും. അതിനൊരു മനസ്സ് വേണം. ഇതാണ് ഞാൻ മെയിനായിട്ട് ചെടികൾക്ക് വളമായിട്ട് കൊടുക്കുന്നത്. ഇത് ജൈവ സ്ലറിയാണ് കേട്ടോ. ഇതുപോലൊക്കെ ഞാനൊരു ഡ്രമ്മിൽ ഇതുണ്ടാക്കി സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് അതിൽ നിന്ന് 2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് എടുത്തിട്ട് ഇതുപോലെ നേർപ്പിച്ചിട്ട് ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കും. ഇതാണ് എൻ്റെ മെയിൻ വളം.